ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി ആയിട്ട് സമാധാനത്തോടു കൂടിയും ഇരിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഫെർട്ടിലിറ്റി ടോക്സിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഇംപ്ലാന്റേഷൻ നിങ്ങളിൽ സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരം നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ചില ലക്ഷണങ്ങളെ പറ്റിയിട്ടാണ്. അല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെ ഇംപ്ലാന്റേഷൻ നിങ്ങളിൽ സക്സസ്ഫുൾ ആയോ ഇല്ലയോ എന്നുള്ളത് എളുപ്പത്തിൽ മനസ്സിലാക്കാം എന്നതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക്. ഇംപ്ലാന്റേഷൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. ഒരു പ്രഗ്നൻസി സക്സസ്ഫുൾ ആകണമെങ്കിൽ അവിടെ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ഇംപ്ലാന്റേഷനും നടന്നേ മതിയാകുള്ളൂ. ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത് ഓവുലേഷന് ശേഷം ആ ഒരു ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗ്, അതായത് സ്ത്രീയുടെ എഗ്ഗും പുരുഷന്മാരുടെ ബീജവും തമ്മിൽ ഈ ബീജസങ്കലനം നടന്നതിന് ശേഷമുള്ള ആ ഒരു ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗ് ഫലോപ്പിയൻ ട്യൂബ് വഴി സഞ്ചരിച്ച് ഏകദേശം ഒരു 6 മുതൽ 12 ദിവസത്തിനുള്ളിൽ സഞ്ചരിച്ച് അത് യൂട്രസിൻ്റെ ലൈനിങ്ങിൽ വന്ന് അറ്റാച്ച് ചെയ്യപ്പെടുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ഇംപ്ലാന്റേഷൻ നിങ്ങളിൽ നടന്നു കഴിഞ്ഞാൽ, അതായത് സക്സസ്ഫുൾ ആയിട്ട് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം തന്നെ ചില സിംറ്റംസ് അഥവാ ലക്ഷണങ്ങൾ കാണിച്ചു തരാറുണ്ട്. അതെന്തെല്ലാമാണ് എന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇതിൽ ആഡ് ചെയ്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇത്തരം ലക്ഷണങ്ങളെല്ലാം നിങ്ങളുടെ ശരീരത്തിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ ഒന്ന് സ്പെഷ്യൽ കെയർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അവഗണിക്കപ്പെടുന്ന ചില ചെറിയ തരത്തിലുള്ള മിസ്റ്റേക്കുകൾ പോലും ചിലവർക്ക് പ്രഗ്നൻസി മിസ്സാകാനുള്ള ചാൻസസ് കൂട്ടാറുണ്ട്. അത് ഒഴിവാക്കാനാണ് ഇത്തരത്തിലുള്ള വീഡിയോസ് ഞാനതിൽ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ ലക്ഷണമായിട്ട് നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നത് നിങ്ങളിലെ അബ്ഡൊമൻ ക്രാമ്പിംഗ് അഥവാ അബ്ഡൊമൻ പെയിനാണ്. ഒന്നിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടിവയറ്റിൽ ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ അല്ലെങ്കിൽ സെൻറ്റർ ഭാഗത്തോ ഒരു മൈൽഡായിട്ടുള്ള ക്രാമ്പിങ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് പീരീഡ്സിൻ്റെ പെയിനായിട്ട് കമ്പയർ പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള പെയിനായിരിക്കും. അതായത് അത്രയും മൈൽഡായിരിക്കും. ചിലവരിലാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യാം, ചിലവരിലാണെന്നുണ്ടെങ്കിൽ റെക്കഗ്നൈസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇതൊരു കോമൺ സിംറ്റമായിട്ട് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റത്തില്ല. കാരണം ചിലവരെല്ലാം ഇത് റെക്കഗ്നൈസ് ചെയ്യാതെ പോകുന്നുണ്ട്. ചിലവർക്ക് രാത്രികളിലായിരിക്കാം ഈ ഒരു പെയിൻ അനുഭവപ്പെടുന്നത്. രാത്രികളിലായതുകൊണ്ട് തന്നെ ചിലവരെല്ലാം ഇതൊന്നും ശ്രദ്ധിക്കാതെ പോകാറുണ്ട്. അപ്പോൾ ഈ ഒരു അബ്ഡൊമൻ ക്രാമ്പിങ് നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കുക കേട്ടോ. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബോഡിയെ ഒന്ന് കെയർ ചെയ്യുക. അതെന്തുകൊണ്ടാണ് അങ്ങനെ പെയിൻ ഉണ്ടാകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗ് വന്ന് നിങ്ങളുടെ യൂട്രസിൻ്റെ ലൈനിങ്ങിൽ അറ്റാച്ച് ചെയ്യപ്പെടുമ്പോൾ ആ ഒരു അറ്റാച്ച് ചെയ്യപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന ഒരു പെയിനാണ് ഈ ഒരു അബ്ഡൊമൻ ക്രാമ്പിങ്. അടുത്തൊരു ലക്ഷണം എന്ന് പറയുന്നത് നിങ്ങളിലെ ബ്രസ്റ്റ് പെയിനാണ്. നിങ്ങൾക്ക് ഒരു 6 മുതൽ ഓവുലേഷൻ കഴിഞ്ഞ് ഒരു 6 മുതൽ 12 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ബ്രസ്റ്റിൽ തൊടുമ്പോൾ തന്നെ അസഹ്യമായിട്ടുള്ള വേദന ഉണ്ടാകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളിൽ ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആയതിൻ്റെ ലക്ഷണമാകാം. അതായത് തൊടുമ്പോൾ തന്നെ നല്ല രീതിയിലുള്ള പെയിൻ നിങ്ങൾക്ക് ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അത് നിങ്ങളിൽ പ്രഗ്നൻസി ഹോർമോൺസ് ആയിട്ടുള്ള പ്രൊജസ്ട്രോണും അതുപോലെ ബീറ്റ HCG ഹോർമോൺസും നിങ്ങളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ആ ഒരു പെയിൻ നിങ്ങളിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു പെയിൻ ഉണ്ടോ എന്നുള്ളതും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തൊരു ലക്ഷണം എന്ന് പറയുന്നത്, അതായത് നിങ്ങൾക്കുണ്ടാകാൻ സാധ്യതയുള്ളൊരു ലക്ഷണം എന്ന് പറയുന്നത് നിങ്ങളിലെ ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് ആണ്. ഇതിനെക്കുറിച്ചിട്ട് ഓൾറെഡി ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞിട്ടുള്ളത് ഒരു ഏകദേശം 20 മുതൽ 30% വരെ സ്ത്രീകൾക്ക് മാത്രമാണ് ഈ ഒരു ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് ഉണ്ടാകുന്നത് എന്നാണ്. നിങ്ങൾക്ക് ഈ ഒരു സമയത്തുണ്ടാകുന്ന ബ്ലീഡിങ് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന തരത്തിലുള്ളൊരു ബ്ലീഡിങ് ആയിരിക്കും. കാരണം വളരെ മൈൽഡായിട്ടുള്ളൊരു ബ്ലീഡിങ് ആയിരിക്കും. ഇതിന് ബ്ലീഡിങ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഒരു സ്പോട്ടിങ് കണക്കിന്, അതൊന്നില്ലെന്നുണ്ടെങ്കിൽ ഒരു ലൈറ്റ് പിങ്ക് അല്ലെങ്കിൽ ഒരു ലൈറ്റ് റെഡ്, അതും അല്ലെങ്കിൽ ഒരു ബ്രൗൺ കളറുള്ള ഒരു ഡിസ്ചാർജ് കണക്കിനായിരിക്കും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് സ്പോട്ടിങ് ഉണ്ടാകാവുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗ് വന്ന് യൂട്രസിൻ്റെ ലൈനിങ്ങിൽ അറ്റാച്ച് ചെയ്യപ്പെടുമ്പോൾ അവിടെയുള്ള ടിഷ്യൂസും, അതായത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ടിഷ്യൂസും സെൽസ് എല്ലാം ഒന്ന് റിമൂവ് ചെയ്യപ്പെടുന്നു. അതിൻ്റെ ഭാഗമായിട്ട്, അതായത് അതെല്ലാം ഒന്ന് നീക്കം ചെയ്യപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളിൽ ഉണ്ടാകാവുന്ന ആ ഒരു സ്പോട്ടിംഗ് ആണ് ഈ ഒരു ഇംപ്ലാന്റേഷൻ സ്പോട്ടിംഗ് അഥവാ ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ്. ഇത് ഇപ്പോഴും ഞാൻ പറയുന്നു, എല്ലാ സ്ത്രീകൾക്കും ഒന്നും കാണാൻ സാധിക്കുന്ന ഒന്നല്ല. ഏകദേശം ഒരു 20 to 30% സ്ത്രീകൾക്ക് മാത്രമാണ് ഈ ഒരു ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് ഉണ്ടാകാവുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ബ്ലീഡിങ് കണ്ടാലും നിങ്ങളൊന്ന് നിങ്ങളുടെ ബോഡിയെ കെയർ ചെയ്യുക. ഒരു കാരണവശാലും നിങ്ങളത് പീരീഡ്സ് ആണ് എന്ന് കരുതി ഇരിക്കരുത് കേട്ടോ. അടുത്തതായിട്ട് നിങ്ങൾക്ക്
തോന്നുന്ന ഒരു ലക്ഷണം എന്ന് പറയുന്നത് നിങ്ങളിൽ ഉണ്ടാകുന്ന മൂഡ് സ്വിങ്സ് തന്നെയാണ്. അതായത് നിങ്ങൾ പെട്ടെന്ന് സെൻസിറ്റീവ് ആകുക. ഈ ഒരു പ്രഗ്നൻസി ഹോർമോൺസ് എല്ലാം നിങ്ങളിൽ ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളിൽ മൂഡ് സ്വിങ്സ് അനുഭവപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരിക, കരച്ചിൽ വരിക, അല്ലെങ്കിൽ പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവുക, ഒരു ഭയങ്കര ലോൺലിനെസ് ഫീൽ ചെയ്യുക, അങ്ങനെയുള്ള അവസ്ഥകളെല്ലാം ചില സ്ത്രീകൾക്കെല്ലാം കണ്ടുവരാറുണ്ട്. അടുത്തൊരു മെയിൻ ലക്ഷണമാണ് നിങ്ങളിലുണ്ടാകുന്ന കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധം. ഇത് ഒട്ടുമിക്ക എല്ലാ സ്ത്രീകൾക്കും തന്നെ ഉണ്ടാകാവുന്ന ഒരു ലക്ഷണമാണ്. അതായത് നിങ്ങൾ എത്രയൊക്കെ ഫുഡ് കഴിച്ചാലും, നിങ്ങൾ എത്രയൊക്കെ വെള്ളം കുടിച്ചാലും നിങ്ങൾക്ക് ആ ഒരു മോഷൻ നിങ്ങളിൽ പോകാനുള്ള ആ ഒരു ബുദ്ധിമുട്ട് നിങ്ങളിൽ ഉണ്ടാകുന്നു. അത് ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആയതിൻ്റെ ഒരു ലക്ഷണമാകാനുള്ള സാധ്യത വളരെ ഏറെയാണ്. നിങ്ങൾ എത്രത്തോളം ഭക്ഷണം കഴിച്ചാലും നിങ്ങൾക്കൊരു 2-3 ഡേയ്സ് കൂടുമ്പോൾ മാത്രമായിരിക്കും മോഷൻ പോകുന്നത്. അതും വളരെ കഠിനമായിട്ടായിരിക്കും. നമ്മൾക്ക് ഒരുപാട് നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നു ഈ ഒരു കോൺസ്റ്റിപ്പേഷൻ്റെ സമയത്ത്. അപ്പോൾ നിങ്ങൾക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തൊരു ലക്ഷണമാണ് നിങ്ങളുടെ വായയിലുണ്ടാകുന്ന ചേഞ്ച്, അതായത് മൗത്തിലുണ്ടാകുന്ന ചേഞ്ച്. നിങ്ങൾക്ക് അതായത് ടേസ്റ്റിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, ഒന്നില്ലെന്നുണ്ടെങ്കിൽ അയണിൻ്റെ ടേസ്റ്റോ അല്ലെന്നുണ്ടെങ്കിൽ ബ്ലഡിൻ്റെ ടേസ്റ്റോ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് കൂടുതലായിട്ട് അനുഭവപ്പെടും. അത് ഏർലി മോർണിംഗിലായിരിക്കും നിങ്ങൾക്ക് കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത്. ഒരു ഇരുമ്പിൻ്റെ ടേസ്റ്റ് പോലെ തോന്നുക, അല്ലെങ്കിൽ വായിൽ ബ്ലഡിൻ്റെ ടേസ്റ്റ് പോലെ തോന്നുക, അതെല്ലാം നിങ്ങളിൽ ഈ ഒരു ഹോർമോൺ ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അത്തരം ടേസ്റ്റ് വ്യത്യാസങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു ലക്ഷണവും നിങ്ങളുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കുക. അടുത്തൊരു ലക്ഷണമെന്ന് പറയുന്നത് ചിലരിലാണെന്നുണ്ടെങ്കിൽ മോണവീക്കം പോലുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നു. അത് മേ ബി നിങ്ങളിൽ ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആയതിൻ്റെ ഒരു ലക്ഷണമാകാം. അതും നിങ്ങൾക്ക് ഏർലി മോർണിംഗ് നിങ്ങൾ ബ്രഷ് ചെയ്യാൻ എടുക്കുമ്പോഴായിരിക്കും നിങ്ങൾ അറിയുന്നത്. ചിലവരിലാണെന്നുണ്ടെങ്കിൽ വായയിൽ നിന്ന് ചോരയൊക്കെ വരാറുണ്ട്. അപ്പോൾ ആ ഒരു ലക്ഷണം നിങ്ങളുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അതും ഇതുപോലെ ഹോർമോൺസിൻ്റെ വേരിയേഷൻസ് കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാകുന്നത്. ബ്രഷ് ചെയ്യുമ്പോൾ ചെറിയ രീതിയിലുള്ള വേദനയും അതുപോലെ ചെറിയ രീതിയിലുള്ള ഒരു ചോരയും നമുക്ക് ബ്രഷ് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഈ ഒരു ലക്ഷണവും നിങ്ങൾക്കുണ്ടോ എന്നുള്ളത് നോക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളിൽ ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ കോമൺ ആയിട്ട് ഉണ്ടാകാൻ സാധ്യതയുള്ള ലക്ഷണങ്ങൾ. ഇതെല്ലാം വെച്ചിട്ട് നിങ്ങളൊന്ന് ബോഡി ഒന്ന് സ്പെഷ്യൽ കെയർ കൊടുക്കുക കേട്ടോ, അങ്ങനെ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ. പിന്നൊരു കാര്യം, ഈ ഒരു ലക്ഷണങ്ങൾ മാത്രം വെച്ചിട്ട് നമുക്കത് സക്സസ്ഫുള്ളായി എന്നൊന്നും പറയാൻ സാധിക്കില്ല. നിങ്ങളുടെ ഡേറ്റ് മിസ്സാകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഇത്തരം ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ബോഡി ഒന്ന് കെയർ ചെയ്യാനാണ് ഞാൻ പറയുന്നത്. അല്ലാതെ അത് പ്രഗ്നൻസി ആണ് എന്ന് ആദ്യമേ തന്നെ ഉറപ്പിക്കരുത്. നിങ്ങളുടെ ഡേറ്റ് മിസ്സാകുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കുക. ഡേറ്റ് മിസ്സായി കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. എന്നിട്ടും റിസൾട്ട് കിട്ടിയില്ല, നിങ്ങൾക്ക് ഇതുപോലുള്ള ലക്ഷണങ്ങൾ കോൺസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് തുടരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ദിവസം കൂടെ വെയിറ്റ് ചെയ്തിട്ട് വീണ്ടും ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും അപ്പോൾ കിട്ടുന്ന റിസൾട്ടിനെ നമുക്ക് വിശ്വസിക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരം ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ബോഡിയെ ഒന്ന് കെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളൊന്ന് സ്പെഷ്യൽ കെയർ നിങ്ങളുടെ ശരീരത്തിന് കൊടുക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഈ ഒരു കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതോടൊപ്പം തന്നെ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ആ ഒരു ഓൾ ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയും ഇതുപോലെയുള്ള ഫെർട്ടിലിറ്റി ടിപ്സ് നിങ്ങൾക്ക് മുടങ്ങാതെ തന്നെ കിട്ടുകയും ചെയ്യുന്നു. അപ്പോൾ താങ്ക് യു ഓൾ. ബൈ.